ചാക്കോച്ച സുധീഷേട്ടാ 97 അനിയത്തിപ്രാവിൽ MBA ഫസ്റ്റ് ഇയർ, 2010 മമ്മി ആൻഡ് മീർ MBA സെക്കൻഡ് ഇയർ. ഇപ്പൊ നിങ്ങൾ രണ്ടാളുടെയും പഠിത്തം ഇവിടം വരുത്തി. MBA വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ പഠിത്തം പൂർത്തി. ഡിഗ്രി പാസ്സായോ? ഞാൻ പാസ്സായി. ഞാൻ പണ്ട് ഏഷ്യാനിലെ ഒരു സീരിയലിൽ മാത്രമേ ആൾക്കാർ ഇത്രയും കാലം എടുത്തിട്ട് MBA ഒക്കെ പാസ്സാവുന്ന കണ്ടിട്ടുള്ളൂ. 13 വർഷമാണ് അനിയത്തിപ്രാവ് മമ്മി ആൻഡ് മീലൊക്കെ എത്താൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കോളേജ് ലൈഫ് മൊത്തത്തിൽ ഉന്മാദമായിരുന്നു? എന്റെ കോളേജിൽ അത്യാവശ്യം ഉന്മാദമായിരുന്നു. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉന്മാദ കുറവുണ്ടായിരുന്നു. ശരിക്കും സിനിമയിൽ അഭിനയിച്ചാലും ഉന്മാദം കൂടുതലുണ്ടാവോ? അല്ലല്ല, ഉന്മാദ കുറവുണ്ടാവുള്ളൂ. ആണോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? അപ്പം നമ്മളെ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ അറിയും, മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് കോളേജ് കട്ട് ചെയ്യുക, ക്ലാസ് കട്ട് ചെയ്യുക എന്നുള്ള പരിപാടി നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് വേറെ രീതിയിൽ പോസിറ്റീവായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. പറ, എന്താണ് ഈ ഉന്മാദം? ഇത് ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തിന്റെ ഉന്മാദമാണ്. പുള്ളിയുടെ തലച്ചോറിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചിന്തകളുടെ ഒരു ബഹുസ്ഫുരണമാണ് ഈ ഉന്മാദം. ഇതുവരെ കണ്ടിട്ടുള്ള ഷാഹി സിനിമകളിൽ നിന്നും കുറച്ച് മാറ്റമുള്ളൊരു സിനിമ തന്നെയായിരിക്കും. അത് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പുതിയൊരു സംവിധായകനാണ് കിരൺ ദാസ്. പുതിയൊരു സംവിധായകനാണെങ്കിലും പുള്ളി എത്രയോ ഹിറ്റ് സിനിമകളുടെയും ഒരു വർഷങ്ങളായിട്ടുള്ള പരിചയമായിട്ടുള്ള ഒരു ടെക്നീഷ്യൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് എഡിറ്ററിൽ നിന്നും സംവിധാനത്തിലേക്കുള്ള ഒരു മാറ്റം. പിന്നെ പനോരമ ഹൗസ് എന്ന് പറയുന്ന ഒരു ബോളിവുഡിലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ്, അവരുടെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ്. പിന്നെ ഈ ഞങ്ങൾ രണ്ടുപേരും, നീ ആദ്യമായിട്ടല്ലേ ലിജോയുടെ കൂടെ അഭിനയിക്കുന്നത്? നമ്മൾ കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. അതല്ല, സിനിമ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ലിജോയുടെ കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം അങ്ങനെയുള്ള പല പുതുമകളും പ്രത്യേകതകളും ഉള്ള ഒരു സിനിമയാണ്. അതിലുപരി ഉന്മാദം എന്നുള്ള സിനിമ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. ചാക്കോച്ചി ഓരോ പടം കഴിയുമ്പോഴും ഷാഹി കബീറിനോട് പറയോ എനിക്കൊരു കഥ എഴുതിത്താ, അല്ലെങ്കിൽ ഷാഹി തിരിച്ചു പറയോ നമുക്കൊരു പടം ചെയ്യാം? എങ്ങനെയാണ് ഈ പ്രോസസ്സ്? അങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പോൾ നായാട്ടിലാണ് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു അസോസിയേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, നായാട്ട് കഴിഞ്ഞ് ഓഫീസർ ആൻഡ് ഡ്യൂട്ടിക്ക് മുമ്പ് കേട്ടിട്ടുള്ള കഥയാണ് ശരിക്കും ഉന്മാദത്തിൻ്റെത്. പക്ഷെ സംഭവിച്ചത് ഓഫീസർ ആൻഡ് ഡ്യൂട്ടിയാണ്. പക്ഷെ ഉന്മാദം അതിന് മുമ്പ് ഈ വേറെ പേരിലായിരുന്നു അതിൻ്റെ ഒരു ടൈറ്റിലും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കുറേ കറങ്ങി തിരിച്ച് കുറേ യാത്രകൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും എന്നിലേക്ക് വരുന്നത്. അപ്പം ചിലപ്പം അത് എനിക്ക് വേണ്ടി വിധിച്ചിട്ടുള്ളൊരു സിനിമയും കഥാപാത്രമായിരിക്കാം. പക്ഷെ അന്ന് പറഞ്ഞതിൽ നിന്നും വളരെ പ്രകടമായിട്ടുള്ള കാലികമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യം കേട്ടതും പിന്നീട് കേട്ടതും മാത്രമല്ല ആ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഏത് കഥയിലാണോ ലോക്ക് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങിൻ്റെ സമയങ്ങളാണെങ്കിലും അതിനുശേഷമാണെങ്കിൽ പോലും ഈ കഥയിലെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഷാഹിപ്പ് എത്ര കഥകൾ പറഞ്ഞിട്ടുണ്ട്? ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, ആരോടൊക്കെ ഏതൊക്കെ കഥകളാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു അടുപ്പമുണ്ട്. ഒരു എന്താ പറയുക, ഒരു സിനിമാക്കാരൻ അല്ലെങ്കിൽ സിനിമാ സൗഹൃദത്തിനപ്പുറമുള്ള ഒരു പേഴ്സണൽ സൗഹൃദം കൂടെ അതിലുണ്ട്. ഇതാ മലയാള സിനിമയിൽ മറ്റൊരു നടൻ പറയുന്ന പോലെ ഷാഹി അടുത്ത ചെയ്യാമോ 5 കഥകൾ എനിക്കറിയാമെന്ന് പറയുന്ന പോലെ പറഞ്ഞാണോ? വൃത്തിയെടുക്ക അങ്ങനെ പറയാറില്ലേ? അതിൽ കൂടുതൽ എനിക്കറിയാവുന്നത് ചിലപ്പോൾ ഷാഹി ചിന്തിക്കാൻ പോകുന്ന പോലെ എനിക്കറിയാം എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ തള്ളി മറിക്കാം. അങ്ങനെ ചാക്കോച്ച സുധീഷേട്ടാ 97 അനിയത്തിപ്രാവിൽ MBA ഫസ്റ്റ് ഇയർ, 2010 മമ്മി ആൻഡ് മീർ MBA സെക്കൻഡ് ഇയർ. ഇപ്പൊ നിങ്ങൾ രണ്ടാളുടെയും പഠിത്തം ഇവിടം വരുത്തി. MBA വളരെ